നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തിലെ വിശ്വാസ്യത നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധി. പണമുണ്ടെങ്കിൽ പരീക്ഷകൾ കടമ്പകളല്ലെന്നും രാഹുൽ ഗാന്ധി. ചോദ്യപേപ്പർ ചോർച്ചയുടെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യം. Millions of students in this country who are extremely concerned at what is going on and who are convinced that the Indian examination system is a fraud. That is what is at stake here. Millions of people believe that if you are rich and if you have money, you can buy the Indian examination system. And by the way, and this is the same feeling that the people in the opposition have. And that is why we are asking some very simple questions to Honorable Minister. Number one, as this is a systemic issue, what exactly are you doing to fix this issue at a systemic level? Yes. കഴിഞ്ഞ 7 വർഷത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ യാതൊരു തെളിവുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറഞ്ഞു. RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിലെ വിലക്ക് നീക്കിയത് നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് കാർത്തി ചിദംബരവും വിമർശിച്ചു. That is what is at stake here. पब्लिक एग्जामिनेशन की रेगुलरिटीज में बिल लाए, कानून बनाए. क्या मजबूरी था कांग्रेस पार्टी की, क्या मजबूरी था नेता प्रतिपक्ष की? उन्होंने उस बिल को उल्टा किया, किसके दबाव में उल्टा किया? क्या निजी मेडिकल कॉलेज की दबाव में, उनकी घूसखोरी की दबाव में उन्होंने उस बिल को उल्टा किया था? सच सुनने की सामने नहीं है. ये मैं किसी की विद्वता पे प्रश्न नहीं उठाता हूं, लेकिन सच 2010 में शिक्षा सुधार की बिल उन्हीं की सरकार ने लाया था. दबाव में उन्होंने उल्टा किया. ये हमको प्रश्न पूछते हैं. കൂടുതൽ വിവരങ്ങളുമായി അശ്വിനി എസ് ആണ് ചേരുന്നത്. അശ്വിനി, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിൽ നീറ്റ് വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും ഈ ഒരു വിഷയം വഴി തുറന്നിരുന്നു. ഇപ്പോൾ അത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വലിയൊരു വിഷയമായി ഉയർത്തിയിരിക്കുകയാണ്. വിശ്വാസ്യത നഷ്ടമായി, ഇന്ത്യൻ പരീക്ഷാ സമ്പ്രദായത്തിലെ വിശ്വാസ്യത നഷ്ടമായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിന് വിദ്യാഭ്യാസ മന്ത്രി മറുപടിയും പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകാം. സ്വാതി, ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് സാമ്പത്തിക സർവേ റിപ്പോർട്ട്, ഈ വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതിൽ 6.5% മുതൽ 7% വരെ സാമ്പത്തിക വളർച്ച രാജ്യത്ത് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് RBI മുൻകൂട്ടി പ്രവചിച്ച, അല്ലെങ്കിൽ RBI പ്രവചിച്ച സാമ്പത്തിക വളർച്ചയേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇതെന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം. അത് പുറമെ തന്നെ തൊഴിലില്ലായ്മ കുറയുമെന്ന് സാമ്പത്തിക സർവേയിൽ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ മാറ്റങ്ങൾ ഇതിൽ നിർണായക ഘടകമാകുമെന്നും ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതിസന്ധികളുണ്ടെങ്കിലും ഇന്ത്യക്ക് ശുഭകരമായ സ്ഥിതിയാണ് ഉള്ളതെന്ന് സർവേ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിൽ അല്പസമയത്തിനകം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ തന്നെ ഇന്ന് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു കടന്നാക്രമണം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത്. സഭ സമ്മേളിച്ച ഉടൻ തന്നെ നീറ്റ് ചോദ്യപേപ്പർ, നീറ്റ് മാത്രമല്ല UPSCയിലെ പരീക്ഷയിലെ ക്രമക്കേടുകളടക്കം, പൂജ ഖേത്കറുടെ വിഷയങ്ങളടക്കം ഉയർത്തിയുള്ള ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായം മൊത്തം ക്രമക്കേട് നിറഞ്ഞതാണ്. അത് ഫ്രോഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത്തരത്തിൽ വിശ്വാസ്യത നഷ്ടമായി പരീക്ഷാ സമ്പ്രദായത്തിലേത്, ജനങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തിനിടയിൽ വിശ്വാസ്യത നഷ്ടമായി എന്ന തരത്തിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷകൾ നടത്തുന്നുണ്ടെന്നും ഇതുവരെയും പരീക്ഷാ ചോർച്ച അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയത്. 240-ലേറെ പരീക്ഷകളാണ് NTA നടത്തിയത്. ഇതിലൊന്നും തന്നെ ചോദ്യപേപ്പർ ചോർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും തെളിയിക്കാനായിട്ടില്ല എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സർക്കാരുകളിൽ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ച അടക്കം ഉയർത്തിയുള്ള മറുപടിയും ധർമ്മേന്ദ്ര പ്രധാൻ നൽകി. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്തുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയടക്കം
ഇത്തരത്തിൽ പ്രസ്താവിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ മാസം ജൂലൈയിൽ ഇറക്കിയ ഒരു ഉത്തരവ് ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളത്തിന് അല്ലെങ്കിൽ വിവാദത്തിലേക്ക് തിരികൊളുത്തിയത്. അതായത് RSS പരിപാടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് അത് പിൻവലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരോധനം നീക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് 9-ാം തീയതി ഇറങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞ് ഇന്നലെ ജയറാം രമേശ് അടക്കം മറ്റേ എക്സ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർത്തിക്കാട്ടിയതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിഷയവും ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ടു. കാർത്തി ചിദംബരമായിരുന്നു ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്. അതുപോലെ തന്നെ മാണിക്കൻ ടാഗോറും അതുപോലെ തന്നെ മനീഷ് തിവാരിയും അടിയന്തര പ്രമേയ നോട്ടീസുകളും നൽകിയിരുന്നു വിഷയങ്ങളിൽ. ഇതെല്ലാം തന്നെ തള്ളുകയും ചെയ്തിരുന്നു. കാർത്തി ചിദംബരം പറഞ്ഞത് ഈ വിഷയം അതായത് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് അത് ജനാധിപത്യത്തിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ഉത്തരവിലൂടെ എന്നാണ് കാർത്തി ചിദംബരം പറഞ്ഞത്. സമാനമായ രീതിയിൽ കൻവാർ യാത്രയെ കുറിച്ചുള്ള വിവാദങ്ങളും, അതായത് കൻവാർ യാത്രയ്ക്ക് ശരി അശ്വിനി, വ്യക്തമാണ്. നീറ്റ് ക്രമക്കേട് സംബന്ധിച്ചുള്ള വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞ് ലോക്സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്തു.